ഒരുപാട് നാളായില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. ഇന്ന് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഡേയിൽ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസും പിന്നെ ഇത്രയും നാളെ വീഡിയോസ് ഇടാത്തതുകൊണ്ട് എവിടെന്നെങ്കിലൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ടുള്ള വീഡിയോസും അതാണല്ലോ എൻ്റെ ഇപ്പോഴത്തെ പതിവ്. ആക്ച്വലി ഞാനും അനുഭവമായിരുന്നു അവിടെ ഫസ്റ്റ് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരെഴുതി നമ്മളവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് വായിച്ച് നോക്കി എൻ്റെ സീറ്റ് എവിടെയാണെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് എൻ്റെ പേരായിരിക്കും വിളിക്കുക. ഫസ്റ്റ് ഞാനായിരിക്കും എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കങ്ങ് വിറവൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിരുന്നു. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഒന്ന് ശാന്തമായിട്ടിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇവിടെ 2 മൊഡ്യൂൾസ് എടുത്ത ഒരു മിസ്സായിരുന്നു കേട്ടോ. മിസ്സ് ഭയങ്കര കമ്പനിയാണ്, എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞത് പിന്നെ അലീനെത്തി. അവൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റായി പോയായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയം നോക്കി വന്നിട്ടുണ്ടായിരുന്നു. കാരണം മെയിലിലൊക്കെ ഇങ്ങനെ കറക്റ്റ് ടൈമിൽ എത്തണം എന്നൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അത് കഴിഞ്ഞ് കയറ്റത്തില്ല അത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ച് ഇതാണ്. ഇതിനകത്ത് കുറച്ച് പേര് മിസ്സിംഗ് ആണ്. അവർ വന്നിട്ടില്ല, അവർക്ക് ഡ്യൂട്ടി ഉള്ളവരുണ്ടായിരുന്നു. ഞങ്ങളുടെ കോഴ്സും കഴിഞ്ഞ് ഞങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും കിട്ടി. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാജുവേഷൻ നടക്കുന്നത്. ഇതിനകത്ത് ഒരുവിധം എല്ലാവർക്കും തന്നെ ജോലി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാവരും ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ലായിരുന്നു, കുറേ ബാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-70 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ സെറമണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. അത്യാവശ്യം വലിയ സർട്ടിഫിക്കറ്റ് ആണ്. മാൾട്ട എന്ന് പറഞ്ഞത് എൻ്റെ ഡ്രീമിൽ പോലും ഇല്ലാത്തൊരു കൺട്രി ആയിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രാജ്യത്ത് വരുമെന്നോ, എനിക്ക് ഗ്രാജുവേറ്റ് ആവുമെന്നോ, എനിക്ക് നല്ലൊരു ജോലി കിട്ടുമെന്നോ, ഹെൽത്ത് കെയറിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒത്തും തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ലാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഒരു തലവരി ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഗ്രാജുവേഷൻ സെറമണി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും കൂടി, ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരോടും കൂടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ബുജീബയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ക്യാബ് വിളിച്ചു, എല്ലാവരോടും കൂടിയിട്ട് വിളിച്ച് ഞങ്ങൾ അവിടെ പോയി ഒരു കിട്ടിലൻ എല്ലാവരും മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കൊരു ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മാൾട്ടീസ് ഫാമിലിയാണ് കേട്ടോ. സോ അതിന് ഡിന്നറിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ റബാത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രോൺസ് ആയിരുന്നു ഓർഡർ ചെയ്ത്. ഇതിനെന്തോ ഒരു പേരുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. പ്രോൺസും പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും. ഇതെനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു ഇതായിരുന്നു കേട്ടോ, കേക്ക്. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുക പോലും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ ഇങ്ങനെ നോക്കുക അതൊക്കെ സത്യത്തിൽ ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ആഘോഷിച്ചത് ഈ വർഷമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു, അതുപോലെ തന്നെ കരയാത്തൊരു ദിവസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം കുറേ ഗിഫ്റ്റിലൊന്നും അല്ലായിരുന്നു, പക്ഷെ ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യത്തിൽ. അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. പിന്നെ ഇത് വേറൊരു ദിവസം നമ്മളൊരു ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ നമുക്ക് ഗിഫ്റ്റിൻ്റെ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറീസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നൊരു ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സെൻറ്റ് ജൂലിയൻസിലാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം ഇറങ്ങി പിന്നെ ഇത് വേറൊരു ദിവസം ഞങ്ങൾ ഇതുപോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയ അന്ന് തന്നെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തു. ഇതിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളത് അത് നോക്കി തന്നെയായിരുന്നു കേട്ടോ ഇത്തവണത്തെ പർച്ചേസിങ് എല്ലാം. ഇനി എന്തായാലും സ്പെഷ്യലായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ദിവസം ഇറങ്ങണം. പല ദിവസങ്ങളിലും ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലും പരിപാടിക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഷോപ്പ് കണ്ട് അങ്ങനെ പോവുമായിരിക്കും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് തന്നെയായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്ത് ഇറങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ഈ ഷോപ്പ് ഏത് പ്ലേസിലാണെന്നൊന്നും എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇവിടെ മാൾട്ടയിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ ഒരു ഷവർ ജെല്ല്, അതായത് നമ്മൾ സോപ്പിന് പകരം യൂസ് ചെയ്യുന്ന ഷവർ ജെല്ല്, ഇതിൻ്റെ എല്ലാ വേരിയൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷവർ ജെല്ലാണ്. നമ്മുടെ സ്കിന്നൊട്ടും ഡ്രൈ ആക്കത്തില്ല കേട്ടോ. ഒരു €3-4 അടുത്തെങ്ങാണ്ടാണ് റേറ്റ് വരുന്നുള്ളൂ. ചില സമയത്ത് ഇവർ ഓഫർ ഇടും. €2 €1.95 നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസ് അവൈലബിൾ ആയിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മാൾട്ടയിൽ വന്നിട്ട് ട്രൈ ചെയ്യുന്നത്. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നതല്ല, പക്ഷേ ഈ ഒരു ജ്യൂസിന് നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം €2 അങ്ങനെ എത്രയോ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് ഇത് എന്നെടുത്ത വീഡിയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് എഡിറ്റ് ചെയ്തതാണ്. വേറൊരു ദിവസം ഞങ്ങൾ റബാത്തിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല. കാരണം ലൈറ്റ് എല്ലാം പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കുള്ള അതായത് ഷോർട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, മുന്തിരിയാണ് കേട്ടോ, പുറത്തോട്ട് തള്ളി ഇങ്ങനെ ഉണ്ടായി കിടക്കണമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ലൈറ്റ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്ത് നിന്ന്
അത് ഇതുപോലെ ലൈറ്റ് കിട്ടും. പിന്നെ ക്ലാരിറ്റിയും വീഡിയോയ്ക്ക് കുറവായതുകൊണ്ട് അന്നത്തെ വീഡിയോ എടുക്കേണ്ട എന്നിങ്ങനെ തീരുമാനിച്ചു. എന്തായാലും പോയതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് പോയേക്കാൻ വിചാരിച്ച് അവിടെയുള്ള കുറച്ച് ഷോപ്സിലൊക്കെ പോയി. ഇങ്ങനെയുള്ള നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഷോപ്സിലൊക്കെ കയറി അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവിടുത്തെ ഒന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. നാട്ടിൽ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇന്ന് വരെ ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ കുറേയൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതുണ്ടോ, സാധനങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിലാണോ ഡെവിലാണോ? ഇവിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു ഷോപ്പ് കണ്ട്. ഇവിടെ നമുക്ക് ഐസ് ടീം കിട്ടും കേട്ടോ. എൻ്റെ സമ്മർ ആയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് ഐസ് ടീ ആണ്. ഇവിടെ ഐസ് ടീക്ക് 2 യൂറോയോ അങ്ങനെ കണ്ടുണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും ഒരുപോലെ അല്ല കേട്ടോ. ചില സ്ഥലത്ത് ഐസ് ടീ അല്ല, ഐസ് കോഫി മേടിക്കുമ്പോൾ ഒരു 4 യൂറോ, ചില സ്ഥലത്ത് 5 യൂറോ അങ്ങനെയൊക്കെ വരും. ഇവിടെ 2 യൂറോ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർക്കൂടെയും കൂടിയിട്ട് 4 യൂറോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഇടയായിട്ട് സമ്മറായിട്ട് നമുക്കിവിടെ ഇരുട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മണി 8:30 ആ ഒരു ടൈം എത്തും. ഇപ്പം തന്നെ 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണി അടുത്തെങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നന്നായിട്ട് ഇരുട്ടായത്. ഐസ് കോഫി ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാട്ടിലങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബോബ ടീ, ബോബ കോഫിയൊക്കെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു സാധാരണ നമ്മളൊരു ജ്യൂസ് കൊടുക്കുന്നത്, പിന്നെ എപ്പോഴും കുടിക്കുന്ന അത്ര നന്നൊന്നും അല്ല. ഇവിടെ ഒരുവിധം എല്ലാ ഷോപ്പിലും നമ്മളോട് ചോദിച്ചിട്ടാണ് ഷുഗർ ഇടുള്ളൂ. ഉണ്ടാക്കുന്ന ടൈമിൽ ആ ചേട്ടൻ എന്നോട് ചോദിച്ചില്ല, ഞാനതാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വേഗം പോയി തിരിച്ചു പോയി ഷുഗർ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും പറഞ്ഞാൽ അതനുസരിച്ച് ഷുഗർ ഇട്ട് തരും കേട്ടോ. നമ്മൾ 2 പാക്കറ്റ് ഷുഗർ എടുത്തു. എന്നിട്ട് മുകളിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല രസമാണ് കാണാൻ. എനിക്ക് തോന്നുന്നു മാൾട്ടയുടെ ഒരുവിധം ഭാഗങ്ങളെല്ലാം കാണും. ഇപ്പോൾ മാൾട്ടയിൽ ഫയർ വർക്ക് നടക്കുന്ന സമയമാണ്. അതായത് ഓരോ ഫീസ്റ്റ്, പള്ളിയിൽ പെരുന്നാളുകൾ, ഒത്തിരി പള്ളി നടക്കുന്ന സമയമാണ് സമ്മറിൽ. അപ്പോൾ അതുപോലെ ഇവിടെ നിന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫയർ വർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു റബാത്ത് എന്ന് പറഞ്ഞാൽ, റബാത്ത് എംദീന. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടാവും. എൻ്റെ മുടി കാണുമ്പോൾ ഒരുവിധം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, മുടി വെട്ട് അതൊന്ന് ലെവലാക്കിയിടുന്നു. നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു സലൂണിൻ്റെ ഒരു കൊളാബ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ആ വീഡിയോ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടി ഭയങ്കരമായിട്ട് പകുതി വെച്ച് മുറിഞ്ഞു പോകാൻ തുടങ്ങി. അതായത് മുറിഞ്ഞു പോകുന്ന ഇത്രയും നിങ്ങൾക്ക് കാണുന്ന ഭാഗത്തുമുള്ള കട്ടിയുള്ള ഭാഗം കണ്ടോ, അവിടെ നിന്ന് താഴ്ത്തോട്ട് മുഴുവൻ എനിക്ക് മുറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക. എന്ത് ചെയ്താൽ ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു ഉള്ളു കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ, അതായത് ഉള്ളുള്ളത് കുറച്ചുകൂടി ഒന്ന് ലെങ്ത് ആക്കിയിട്ട് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ. മുടിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ സലൂൺസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യായിരിക്കും കേട്ടോ നല്ലത്. ഒരു ഫ്ലവർ ബൊക്കയുടെ ഡെലിവറി ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് ഡെലിവറി. അപ്പോൾ ഞാൻ 2 ഫ്ലവർ ബൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര പേഴ്സണലൈസ് ചെയ്ത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള ഫ്ലവേഴ്സ് എടുത്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുവാണ് കേട്ടോ ചെയ്യാറ്. നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് മാൾട്ടയുടെ ഒരു സ്റ്റോൺ ഷോപ്പാണ് കേട്ടോ. തക്കാലി എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റ് വില്ലേജാണിത്, മാൾട്ടയിൽ തന്നെയുള്ള. അവിടെ ഇത് ഫുള്ള് സ്റ്റോണാണ്. സ്റ്റോണും കൊണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ കല്ലെന്നൊക്കെ പറയില്ലേ, ആ കല്ലും കൊണ്ട് കൊത്തിയെടുത്ത് ഓരോ മുത്തുകൾ പോലെയൊക്കെ ആക്കിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ. ഇതൊക്കെ സിംഗിൾ സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ടീ ടേബിളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്ന ആ ഒരു സംഭവങ്ങൾ. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇതൊരു സ്റ്റോണാണ്. ഇത് സ്റ്റോണിൻ്റെ തന്നെ കുറേ ജ്വല്ലറീസ്, ഇങ്ങനെ മുത്തുണ്ടാക്കിയിട്ട് അതുകൊണ്ട് കുറേ ജ്വല്ലറീസ്. അതുപോലെ തന്നെ ഇത് ഗ്ലാസിൻ്റെ, ഇത് സ്റ്റോൺ തന്നെയാണ്. സ്റ്റോണിൻ്റെ ക്ലോക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ കുട്ടുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്, കുറേ മുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, ഭയങ്കര വെയിറ്റാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും, ഇത് ഭയങ്കര എക്സ്പെൻസീവും ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇതിൻ്റെ കളറൊന്നും പോലാത്ത മുത്തായിരിക്കും, കാരണം ഇത് സ്റ്റോൺ ഒറിജിനൽ കളറാണ്. ഈ സ്റ്റോൺ ഇതെല്ലാം കളർ ചെയ്തിരിക്കുന്നതല്ല, ആ ഒരു സ്റ്റോണിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഗ്ലാസ് ബ്ലോയിങ് ഷോപ്പ്. ഗ്ലാസ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഊതി വീർപ്പിച്ച് അതും കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഇത്. അവിടെ വന്നപ്പോൾ ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. അതായത് ഗ്ലാസ് ചൂടാക്കി നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് അതിനെ ഉരുക്കി അതിനെയും കൊണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫ്ലവർ വേസ്, അങ്ങനെയൊക്കെ സാധനങ്ങൾ. ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് മറ്റേ ഷോപ്പിലാണ്. വീഡിയോ ഇങ്ങോട്ടോ ചേഞ്ച് ആയി പോയതാണ്. മരം കൊണ്ടല്ല, കല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണ്. മരവും കല്ലും കൂടി മിക്സ് ചെയ്തുണ്ടാക്കി ഇങ്ങനെ
കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. മാൾട്ടയിൽ തന്നെ ഒത്തിരി ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് കേട്ടോ. സ്റ്റോഴ്സ് ഉണ്ട്, സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും കുറച്ച് ഭയങ്കര പാടാണ്. കണ്ടുപിടിക്കുന്ന ഒത്തിരി പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.